നമസ്കാരം. സംസ്ഥാനത്ത് 5 മാസത്തെ പെൻഷൻ കുടിശ്ശിക തുക ശേഷിക്കുന്നുണ്ട്. എങ്കിൽ പോലും അത് 2 ഗഡുക്കളായി സർക്കാരിന്റെ സഹായമായിട്ട് അക്കൗണ്ടുകളിലേക്കും കൈകളിലേക്കും എത്തിച്ചേരുവാനായിട്ട് പോവുകയാണ്. അതായത് 1800 കോടിയോളം രൂപ ചിലവ് വരും. സാധാരണക്കാർക്ക് ആനുകൂല്യങ്ങൾ മുടങ്ങുന്നത് സർക്കാരിന്റെ നിലനിൽപ്പിന് തന്നെ ബാധിക്കും. അതുകൊണ്ട് തന്നെ സർക്കാർ മുടക്കം കൂടാതെ തന്നെ ആനുകൂല്യങ്ങൾ വിതരണം ചെയ്ത് 62 ലക്ഷത്തോളം വരുന്ന ആളുകൾക്ക് ഈ ആനുകൂല്യങ്ങൾ മുടങ്ങാതെ ലഭിക്കുന്നതിനായി മസ്റ്ററിംഗ് ചെയ്തിരിക്കണം. ഈ മാസം 24 വരെയാണ് അതിനുള്ള സമയപരിമിതി. തന്നെ എല്ലാവരും മസ്റ്ററിംഗ് പൂർത്തിയാക്കുവാനായി ഓണത്തോടനുബന്ധിച്ച് 2 ഗഡുക്കളായി ഗുണഭോക്താക്കളുടെ അക്കൗണ്ടുകളിലേക്ക് എത്തും. ഈ മാസം പെൻഷൻ തുക 1 ഗഡുവായിരിക്കും അക്കൗണ്ടുകളിൽ എത്തുക. അത് കുടിശ്ശിക അല്ല, തനത് മാസത്തിലെ പെൻഷൻ തുകയാണ് വിതരണം ചെയ്യുന്നത്. കൂടാതെ മറ്റൊരു അറിയിപ്പ്, ഓണക്കാലത്തേക്കുള്ള അവശ്യ സാധനങ്ങൾ ചന്തയിലേക്ക് എത്തിക്കുന്നതിനുള്ള തയ്യാറെടുപ്പുകളിലാണ് ചന്തകൾ തുടങ്ങുവാനാണ് സപ്ലൈകോ ആലോചിക്കുന്നത്. സെപ്റ്റംബർ 5 മുതൽ ആരംഭിക്കുന്ന ചന്തകൾ സെപ്റ്റംബർ 15 വരെ ഉത്രാട ദിവസത്തിൽ ആയിരിക്കും അവസാനിക്കുക. അതായത് 13 ജില്ലാ ചന്തകളും 78 താലൂക്ക് ചന്തകളും ഒരു സംസ്ഥാന ചന്തയുമാണ് സപ്ലൈകോ തുടങ്ങുന്നത്. സബ്സിഡി ലഭിക്കുന്ന സാധനങ്ങൾ കൂടാതെ സബ്സിഡി ഉതര ഇനങ്ങളും കുറഞ്ഞ വിലയിൽ മേളകളിൽ ലഭ്യമാക്കുന്നുണ്ട്. താലൂക്ക് തലത്തിൽ സൗകര്യങ്ങളുള്ള സപ്ലൈകോ സൂപ്പർ മാർക്കറ്റുകൾ ചന്തയാക്കി മാറ്റുവാനാണ് പദ്ധതി ഇടുന്നത്. 13 ഇനം സബ്സിഡി സാധനങ്ങൾ അടക്കം എല്ലാ ഉൽപ്പന്നങ്ങളും മേളയിൽ ലഭ്യമാക്കുവാനുള്ള തീവ്ര പരിശ്രമം നടന്നുകൊണ്ടിരിക്കുകയാണ്. സപ്ലൈകോ അധികൃതർ കുറച്ചു നാളുകളായി സ്റ്റോറുകളിൽ ഇല്ലാതിരുന്ന പഞ്ചസാര ഓണച്ചന്തകളിൽ എത്തിക്കുവാനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഓണക്കാലത്ത് നിശ്ചിതോപയോഗ സാധനങ്ങളായ പഴം, പച്ചക്കറി ഉൽപ്പന്നങ്ങൾ തുടങ്ങിയവയുടെ വിലക്കയറ്റം നിയന്ത്രിക്കുന്നതിനാവശ്യമായ ഇടപെടലുകൾ നടത്തുമെന്ന് ഭക്ഷ്യമന്ത്രി GR അനിൽ അറിയിച്ചു. കൂടുതൽ പെൻഷനുമുള്ള അറിയിപ്പുകൾക്കായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാൻ മറക്കല്ലേ.